മാർക്കറ്റിലെ ട്രെൻഡിങ് ന്യൂസുകളും ഓരോ ദിവസത്തെ ഹൈപ്പുള്ള സ്റ്റോക്കുകളും മറ്റു പല നോയ്സുകളും മിക്കവാറും എല്ലാവരും ശ്രദ്ധിക്കുമ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാൻ മറ്റൊരു കാര്യത്തിലായിരുന്നു ഫോക്കസ് ചെയ്തിരുന്നത്. ഹെഡ്ലൈൻസുകളെല്ലാം ഒഴിവാക്കി യഥാർത്ഥത്തിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരേ ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയായിരുന്നു. ഒരു ബിസിനസിന്റെ ഫണ്ടമെന്റൽ സ്ട്രെങ്ത്. വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കുകയും ആ പണം വളരെ എഫിഷ്യന്റ് ആയി ഉപയോഗിക്കുകയും ചെയ്യുന്ന കമ്പനികളെ കണ്ടെത്താൻ മാർക്കറ്റ് മുഴുവൻ സ്ക്രീൻ ചെയ്യുകയായിരുന്നു. എന്റെ ഡാറ്റ അനുസരിച്ച് വലിയൊരു മുന്നേറ്റത്തിന് തയ്യാറെടുക്കുന്ന 5 സ്റ്റോക്കുകളെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് ധനം സ്മാർട്ട് സേവിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. മാർക്കറ്റ് അതിന്റെ ഓൾ ടൈം ഹൈക്ക് അടുത്ത് ഒരു നിർണായക ഘട്ടത്തിലാണ് നിൽക്കുന്നത്. ഇതുപോലൊരു മാർക്കറ്റിൽ ശരിയായ സ്റ്റോക്കുകൾ തിരഞ്ഞെടുക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് മാർക്കറ്റിനെ ടൈം ചെയ്യാനുള്ള ശ്രമമല്ല, പകരം ഹൈ ക്വാളിറ്റി കമ്പനികളിൽ കൃത്യസമയത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നതിലാണ് കാര്യം. അപ്പോൾ എന്താണ് ഈ മെത്തേഡ്? ഇത് വളരെ സിമ്പിൾ ആണ്. ഞാൻ പ്രധാനമായിട്ടും 2 സിഗ്നലുകളെയാണ് നോക്കുന്നത്. ഹെവി പ്രോഫിറ്റ് ഗ്രോത്തും ഉയർന്ന റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡുമാണ് നോക്കുന്നത്. എന്തുകൊണ്ടാണ് ഇവ രണ്ടും? പ്രോഫിറ്റ് ഗ്രോത്ത് ആണ് ഒരു സ്റ്റോക്കിന്റെ പെർഫോമൻസിന്റെ പ്രധാന ഫ്യൂവൽ. ഒരു കമ്പനി വിൽക്കുന്ന പ്രോഡക്റ്റ് കസ്റ്റമേഴ്സിന് വേണം എന്നതിന്റെ ഏറ്റവും വ്യക്തമായ തെളിവാണത്. എന്നാൽ ഗ്രോത്ത് മാത്രം നോക്കിയാൽ അതൊരു ട്രാപ്പ് ആകാം. അവിടെയാണ് ROCയുടെ പ്രാധാന്യം. ഒരു കമ്പനിയുടെ മാനേജ്മെന്റ് അവരുടെ കയ്യിലുള്ള ക്യാപിറ്റൽ ഉപയോഗിച്ച് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ എത്രത്തോളം കേപ്പബിൾ ആണ് എന്ന് ROC കാണിച്ചു തരുന്നു. ഒരു ഹൈ ROC കാണിക്കുന്നത് ആ ബിസിനസ് എത്രത്തോളം മികച്ചതാണെന്നാണ്. അതൊരു ക്യാഷ് ജനറേറ്റ് ചെയ്യുന്ന മെഷീൻ പോലെയാണ്. എത്രത്തോളം നല്ല ROC ഉണ്ടാവുന്നത് ഒരു ക്യാഷ് ജനറേറ്റ് ചെയ്യുന്ന മെഷീൻ കൊണ്ടു നടക്കുന്നത് പോലെയാണ്. ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ഈ 5 സ്റ്റോക്കുകളും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡേറ്റ ഡ്രിവൺ പോയിന്റ്സിലൂടെയാണ് കണ്ടെത്തിയത്. ഇവ സ്പെക്കുലേഷനുകളല്ല, ഫണ്ടമെന്റലി സ്ട്രോങ്ങും വലിയൊരു ബ്രേക്ക്ഔട്ടിന്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നതുമായിട്ടുള്ള ബിസിനസ്സുകളാണ്. ഞാനിവിടെ തീർച്ചയായിട്ടും ഡേറ്റ എങ്ങോട്ട് വിരൽ ചൂണ്ടുന്നുവോ അങ്ങോട്ട് ഫോളോ ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു സ്റ്റോക്കുകളിലേക്ക് കിടക്കാം. ആദ്യത്തെ സ്റ്റോക്ക് BSE ലിമിറ്റഡ്. നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെ കമ്പനി ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റ്സിന്റെ ബാക്ക് ബോൺ ആയ BSE ലിമിറ്റഡ് ആണ്. നമ്മൾ ഇന്ത്യൻ സ്റ്റോക്കുകളുടെ ഒരു ലോങ് ടേം സ്ട്രക്ചറൽ ബുൾ മാർക്കറ്റിലാണ്. മുമ്പത്തെക്കാളും കൂടുതൽ ഇൻവെസ്റ്റേഴ്സ് മാർക്കറ്റിലേക്ക് വരുന്നു, ആളുകളുടെ വരുമാനം കൂടുന്നു, ഫിനാൻഷ്യൽ സേവിങ്സിലേക്കുള്ള ഷിഫ്റ്റ് വേഗത്തിലാകുന്നു. ഈ ഒരു ആക്ടിവിറ്റികളുടെ എല്ലാം ഏറ്റവും വലിയ ബെനഫിഷ്യറി ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം വളരെ സിമ്പിൾ ആണ്, എക്സ്ചേഞ്ച് തന്നെയാണ്. നമുക്ക് കൃത്യമായിട്ടുള്ള ഡേറ്റയിലേക്ക് കിടക്കാം. 2025 സെപ്റ്റംബറിൽ അവസാനിച്ച Q2 BSE അൺബിലീവബിൾ ആയിട്ടുള്ള ചില കണക്കുകൾ റിപ്പോർട്ട് ചെയ്തു. അതിന്റെ കൺസോളിഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 61% വർദ്ധിച്ച് 558 കോടിയിലെത്തി. ഓപ്പറേഷൻസിൽ നിന്നുള്ള റവന്യൂ 44% ഉയർന്ന് 1068 കോടിയായി. ഇത് വെറുമൊരു നല്ല ക്വാർട്ടർ മാത്രമായിരുന്നില്ല, ട്രേഡിംഗ് ആക്ടിവിറ്റിയിലുണ്ടായ വലിയ വർധനവിന്റെ ഫലമാണ്. പ്രത്യേകിച്ച് ഡെറിവേറ്റീവ് സെഗ്മെന്റിൽ BSE തുടർച്ചയായിട്ട് മാർക്കറ്റ് ഷെയർ പിടിച്ചെടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ എഫിഷ്യൻസിയുടെ കാര്യം ഇവിടെയാണ് വരുന്നത്. കമ്പനിയുടെ എബിറ്റിഡ മാർജിനുകൾ കൂടുകയാണ്. ഇത് ഉയർന്ന ട്രേഡിംഗ് വോളിയംസിനെ നേരിട്ട് പ്രോഫിറ്റ് ആക്കി മാറ്റാനുള്ള ശക്തമായിട്ടുള്ള കഴിവിനെയാണ് കാണിക്കുന്നത്. അവിടെ വരുമാനത്തിന്റെ ഒരു കീ പാർട്ട് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ ചാർജുകൾ ഈ ക്വാർട്ടറിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 57% വർദ്ധിച്ചത്. ഇതിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത് BSE ഒരു ട്രെൻഡിന്റെ കൂടെ പോവുക മാത്രമല്ല, അവർ കൂടുതൽ വലുതും എഫിഷ്യന്റുമായിട്ടുള്ള ഒരു ബിസിനസ് ബിൽഡ് ചെയ്യുകയാണ്. ഇന്ത്യയിലെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന്റെ വളർച്ച വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു മെഗാ ട്രെൻഡാണ്. BSE അതിന്റെ ഹൃദയഭാഗത്താണ് നിൽക്കുന്നത്. ഓരോ പുതിയ SIPയും ഓരോ IPOയും ഓരോ ട്രേഡും അവരുടെ ബോട്ടം ലൈനിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. ഇത് ഇന്ത്യൻ എക്കണോമിയുടെ എഫിഷ്യൻസിയിലുള്ള ഒരു ഡയറക്റ്റ് പ്ലേ ആണ്. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് മികച്ച ഒരു ഡേറ്റ പ്രൂവൺ ഗ്രോത്ത് തന്നെയാണ്. അപ്പൊ നമുക്ക് BSEയുടെ ഒരു ടെക്നിക്കൽ അനാലിസിസ് കൂടി ഇവിടെ നോക്കി പോകാം. ടെക്നിക്കൽ ചാർട്ട് കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, മൂവിംഗ് ആവറേജസ് ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് അടുത്ത സ്റ്റോക്കിലേക്ക് കിടക്കാം. എല്ലാ മേഖലകളും മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു ഇൻഡസ്ട്രിയൽ ഹെവി വെയിറ്റ് ആണ് കമിൻസ് ഇന്ത്യ. പുതിയ ഇൻഫ്രാസ്ട്രക്ചർ, ഡാറ്റാ സെന്ററുകൾ, മാനുഫാക്ചറിംഗ്, റെയിൽവേ തുടങ്ങിയ എല്ലാത്തിനും ആവശ്യമായിട്ടുള്ള ഡീസൽ, ആൾട്ടർനേറ്റീവ് ഫ്യൂവൽ എഞ്ചിനുകളും പവർ ജനറേറ്ററുകളും ഡിസൈൻ ചെയ്യുകയും മാനുഫാക്ചർ ചെയ്യുകയും സർവീസ് ചെയ്യുകയും ചെയ്യുന്ന കമ്പനിയാണിത്. ഇവിടെ ഡൊമസ്റ്റിക് എക്സ്പോർട്ട് ഗ്രോത്തിന്റെ ഒരു വലിയ കോമ്പിനേഷൻ ആണ് കാണാൻ കഴിയുന്നത്. ഏറ്റവും പുതിയ ക്വാർട്ടർലി റിസൾട്ട് നോക്കുകയാണെങ്കിൽ 2025 സെപ്റ്റംബറിൽ അവസാനിച്ച ക്വാർട്ടറിൽ കമിൻസ് ഏകദേശം 638 കോടിയുടെ സ്റ്റാൻഡ് അലോൺ നെറ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തി. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഏതാണ്ട് 41.5% വർധനവാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത്. അതിലും ഇംപ്രസീവ് ആയിട്ട് തോന്നുന്നത് അവരുടെ ഓപ്പറേഷൻസിൽ നിന്നുള്ള ഒരു റവന്യൂ ഇതേ ക്വാർട്ടറിൽ ഏകദേശം 27% വർദ്ധിച്ച് 3170 കോടിയിലെത്തി. ഇത് അവരുടെ പ്രോഡക്ട്സിന് ശക്തമായ ഡിമാൻഡ് ഉണ്ട് എന്നാണ് കാണിക്കുന്നത്. അപ്പൊ ആരാണ് ഈ ഒരു ഗ്രോത്തിന്റെ ഡ്രൈവർ? ഡൊമസ്റ്റിക്കലി ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ പുഷ് ഒരു വലിയ ടെയിൽവിൻഡ് ആണ്. ഓരോ പുതിയ റോഡിനും എയർപോർട്ടിനും പ്രത്യേകിച്ച് ഡാറ്റാ സെന്ററുകൾക്കും വിശ്വസനീയമായിട്ടുള്ള പവർ ആവശ്യമാണ്. അത് കമൻസിന്റെ ഒരു സ്പെഷ്യാലിറ്റി ഏരിയ കൂടിയാണ്.
റീസെന്റ് ക്വാർട്ടറിൽ അവരുടെ പവർ ജനറേഷൻ സെയിൽസിന്റെ ഏകദേശം 40% ഡാറ്റാ സെന്റർ പ്രോജക്റ്റുകളിൽ നിന്നായിരുന്നു. അതിനു പുറമെ കർശനമായിട്ടുള്ള എമിഷൻ നോംസിലേക്കുള്ള മാറ്റത്തിൽ കമ്പനിക്ക് ഒരു ടെക്നോളജിക്കൽ എഡ്ജ് ഉണ്ട്. ഈ ഒരു വളർച്ച രാജ്യത്തിനകത്ത് ഒതുങ്ങുന്നില്ല. എക്സ്പോർട്ട് സെയിൽസിലും മുൻ വർഷത്തെ അപേക്ഷിച്ച് 24% ശക്തമായിട്ടുള്ള ഒരു വളർച്ചയുണ്ടായി. ഏകദേശം 36-38% റേഞ്ചിലുള്ള ആകർഷണീയമായിട്ടുള്ള റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഉള്ളതുകൊണ്ട് തന്നെ കമ്മിൻസ് വളരുക മാത്രമല്ല അവിശ്വസനീയമായിട്ടുള്ള പ്രോഫിറ്റബിലിറ്റിയോടും എഫിഷ്യൻസിയോടും കൂടിയാണ് വളരുന്നത്. നമുക്ക് ഈ സ്റ്റോക്കിന്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസ് കൂടി ഒന്ന് നോക്കി പോകാം. ചാർട്ടുകളിൽ ഇവിടെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, മൂവിംഗ് ആവറേജസ് ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. 50, 100, 200 മൂവിംഗ് ആവറേജസ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മൂന്നാമത്തെ ഒരു സ്റ്റോക്കിലേക്ക് കിടക്കാം. നമ്മുടെ മൂന്നാമത്തെ സ്റ്റോക്ക് ഇപ്പോൾ നല്ല മൊമെന്റത്തിലുള്ള ഒരു സെക്ടറിലാണ്, മെറ്റൽസ്. കമ്പനി ലോയിഡ് മെറ്റൽസ് ആൻഡ് എനർജി, സ്പേസ് അയൺ മാനുഫാക്ചറിംഗ്, പവർ ജനറേഷൻ, ഏറ്റവും പ്രധാനമായിട്ട് അയൺ ഓർ മൈനിങ് എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു ബിസിനസ് ആണ്. ഇവിടുത്തെ ഡേറ്റ ഇഗ്നോർ ചെയ്യാൻ കഴിയാത്തത്ര സ്ട്രോങ് ആണ്. ഫിനാൻഷ്യൽ ഇയർ 26ന്റെ രണ്ടാം ക്വാർട്ടറിൽ ലോയിഡ് മെറ്റൽസിന്റെ കൺസോളിഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റ് ഏകദേശം 90% വർദ്ധിച്ച് 572 കോടിയിലെത്തി. അപ്പൊ ഇനി അവരുടെ ഓപ്പറേഷൻസിൽ നിന്നുള്ള റവന്യൂ 154% വർദ്ധിച്ച് ഏകദേശം 3651 കോടിയായിട്ട് മാറി. ഈ ഒരു ഗ്രോത്ത് എത്രത്തോളം പ്രോഫിറ്റബിൾ ആയിരുന്നു എന്നതാണ് റിയൽ സ്റ്റോറി. ഈ ക്വാർട്ടറിൽ അവരുടെ എബിറ്റിഡ മാർജിൻ 33.75%. ഇത് കോസ്റ്റ് കൺട്രോളിൽ മികച്ച ഡിസിപ്ലിൻ കാണിക്കുന്നു എന്ന ഒരു ലെവലിൽ കമ്പനി ഒരു ക്യാഷ് മെഷീൻ ആണ് എന്ന് എല്ലാവർക്കും വിളിച്ചോതുകയാണ്. അപ്പോൾ നമുക്ക് എന്താണ് ബിഗ് പിക്ചർ? ലോയിഡ്സ് ഒരു വലിയ ട്രാൻസ്ഫോർമേഷന്റെ നടുവിലാണ്. അനലിസ്റ്റുകൾ അതിന്റെ സ്റ്റീൽ കോംപ്ലക്സിന്റെ എക്സ്പാൻഷനും ടാറ്റ സ്റ്റീലുമായിട്ടുള്ള ഒരു മെന്റർ ഡെവലപ്പർ ആൻഡ് ഓപ്പറേറ്റർ എന്ന നിലയിലുള്ള പ്രധാന പാർട്ണർഷിപ്പും ഉൾപ്പെടെയുള്ള അതിന്റെ മൾട്ടിപ്പിൾ ഗ്രോത്ത് സ്ട്രാറ്റജിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. വർദ്ധിച്ചു വരുന്ന പ്രോഫിറ്റബിലിറ്റി, ഹ്യൂജ് റവന്യൂ ഗ്രോത്ത്, വ്യക്തമായ എക്സ്പാൻഷൻ പ്ലാനുകൾ എന്നിവയുടെ കോമ്പിനേഷൻ ലോയിഡ്സിനെ അസാധാരണമാം വിധം ബുള്ളിഷ് ആക്കുന്നുണ്ട്. മെറ്റൽ സെക്ടർ സ്ട്രോങ് ആകുമ്പോൾ തന്നെ കമ്പനി കൂടുതൽ എഫിഷ്യന്റും പ്രോഫിറ്റബിളും ആകുന്നതായിട്ട് ഡേറ്റ വെളിപ്പെടുത്തുന്നുണ്ട്. ശക്തമായിട്ടുള്ള ഫണ്ടമെന്റൽസ്, ഫേവറബിൾ ആയിട്ടുള്ള മാർക്കറ്റ് കണ്ടീഷൻസുമായിട്ട് ചേരുന്നതിന്റെ ഒരു ക്ലാസിക് ഉദാഹരണമാണ്. അപ്പോ ലോയിഡിന്റെ ആ ഒരു ടെക്നിക്കൽ ഡീറ്റെയിൽസ് കൂടി, ടെക്നിക്കൽ അനാലിസിസ് കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചാർട്ടുകളിൽ നമുക്ക് നോക്കാം. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, മൂവിംഗ് ആവറേജസ് ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നാലാമത്തെ സ്റ്റോക്ക് ഫിനാൻഷ്യൽ സർവീസ് രംഗത്ത് നിന്നാണ്. പ്രത്യേകിച്ചും അസറ്റ് മാനേജ്മെന്റ് കമ്പനി ICICI പ്രൊഡൻഷ്യൽ അസറ്റ് മാനേജ്മെന്റ് കമ്പനിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലുതും പ്രോഫിറ്റബിളുമായിട്ടുള്ള SMCകളിൽ ഒന്നാണിത്. ഇവിടുത്തെ ഐഡിയ സിമ്പിളും അതുപോലെ തന്നെ പവർഫുള്ളുമാണ്. ഇന്ത്യയുടെ എക്കണോമി വളരുകയും വരുമാനം വർദ്ധിക്കുകയും ചെയ്യുമ്പോൾ കൂടുതൽ ആളുകൾ അവരുടെ സേവിങ്സ്, മ്യൂച്വൽ ഫണ്ടുകൾ പോലെയുള്ള ഫിനാൻഷ്യൽ അസറ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ കമ്പനിയെ വേറിട്ട് നിർത്തുന്ന മറ്റ് പല നമ്പറുകൾ കൂടി നമുക്കിവിടെ നോക്കേണ്ടതുണ്ട്. 2025 ഫിനാൻഷ്യൽ ഇയറിൽ ICICI പ്രൊഡൻഷ്യൽ AMC രാജ്യത്തെ ഏറ്റവും പ്രോഫിറ്റബിൾ ഫണ്ട് ഹൗസ് ആയിരുന്നു. 2651 കോടിയുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ കമ്പനി പ്രതിവർഷം 22% കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് ഗ്രോത്ത് നൽകിയിട്ടുണ്ട്. ഇത് വലിയ സ്കെയിലുള്ള ഒരു സ്റ്റെബിലിറ്റി ഉള്ള സ്ട്രോങ് പെർഫോമൻസ് തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. എന്നാൽ ഈ കമ്പനിയുടെ എലൈറ്റ് ആക്കുന്ന ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ കാരണമായിട്ടുള്ള മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. അതിന്റെ ഇൻക്രെഡിബിൾ എഫിഷ്യൻസിയാണ്. ICICI പ്രൊഡൻഷ്യൽ AMC 82.8% വരുന്ന അസാധാരണമായിട്ടുള്ള റിട്ടേൺ ഓൺ ഇക്വിറ്റിയിലാണ് പ്രവർത്തിക്കുന്നത്. കമ്പനിക്ക് അതിന്റെ പാരന്റ് കമ്പനിയായിട്ടുള്ള ICICI ബാങ്കിന്റെ വലിയ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിന്റെ അഡ്വാൻറ്റേജ് ലഭിക്കുന്നുണ്ട്. ഇത് അവർക്കൊരു പ്രധാന കോമ്പറ്റേറ്റീവ് എഡ്ജ് നൽകുന്നു. ICICI AMC ഒരു റിസ്കി ബെറ്റ് അല്ല, വളരുന്ന ഒരു ഇൻഡസ്ട്രിയിലെ ബെസ്റ്റ് ഇൻ ക്ലാസ് മാർക്കറ്റ് ലീഡറാണ്. അതിന്റെ സസ്റ്റൈനബിൾ ഗ്രോത്തും വേൾഡ് ക്ലാസ് പ്രോഫിറ്റബിലിറ്റിയും തെളിയിക്കുന്ന ഡേറ്റയുടെ പിൻബലം കൂടി നമുക്ക് ഒരു വലിയ ഉറപ്പ് നൽകുന്നു. അപ്പൊ ഇനി സ്റ്റോക്കിന്റെ ടെക്നിക്കൽ അനാലിസിസ് കൂടി ഒന്ന് നോക്കി പോകാം. ചാർട്ടുകളിൽ ഇവിടെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, മൂവിംഗ് ആവറേജസ് ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അഞ്ചാമത്തെ സ്റ്റോക്ക് ഇന്ത്യയുടെ കൺസംഷൻ സ്റ്റോറിയുടെ ഒരു മികച്ച എക്സാമ്പിൾ ആണ് വരുൺ ബീവറേജസ് ലിമിറ്റഡ്. ഗ്ലോബലി പെപ്സിക്കോയുടെ ഏറ്റവും വലിയ ഫ്രാഞ്ചൈസികളിൽ ഒന്നായ ഇവർ പെപ്സി, 7up, ട്രോപ്പിക്കാന ജ്യൂസ്, കോഫിന വാട്ടർ വരെ ഇന്ത്യയിലും മറ്റ് എമർജിംഗ് മാർക്കറ്റുകളിലും ബോട്ടിൽ ചെയ്യുകയും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യും. നമുക്ക് അവരുടെ ഡേറ്റയിലേക്ക് വരാൻ 2025 സെപ്റ്റംബറിൽ അവസാനിച്ച ക്വാർട്ടറിൽ കമ്പനി നെറ്റ് പ്രോഫിറ്റിൽ 17-20% വരെ വാർഷിക വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏകദേശം 742 കോടി രൂപയാണ് ഈ ഒരു ലാഭമായിട്ട് ലഭിച്ചത്. കമ്പനി എക്സ്പാൻഷന് വേണ്ടി ഹെവി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും സ്ട്രോങ് ഓപ്പറേഷണൽ എഫിഷ്യൻസിയോടെയാണ് ഇത് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാം. അത് നമ്മളെ എഫിഷ്യൻസി മെട്രിക്സിലേക്ക് എത്തിക്കുന്നു. വരുൺ ബീവറേജസ് 24-25 റേഞ്ചിൽ സ്റ്റേബിൾ ആയിട്ടുള്ള മികച്ച റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡിലാണ് പ്രവർത്തിക്കുന്നത്. പുതിയ പ്ലാന്റുകൾ നിർമ്മിക്കാനും ഡിസ്ട്രിബ്യൂഷൻസ് നെറ്റ്വർക്ക് വികസിപ്പിക്കാനും മാനേജ്മെന്റ് അവരുടെ ക്യാപിറ്റൽ എത്ര മികച്ച രീതിയിൽ റീഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നതാണ് ഇത് തെളിയിക്കുന്നത്. ശക്തമായിട്ടുള്ള ഡെമോഗ്രാഫിക്, ഇക്കണോമിക് ടൈൽവിൻസിന്റെ പിൻബലത്തിൽ ഗ്രോത്തിന് ഒരു ലോങ് റൺവേ
പരിചയമുള്ള ഒരു മാർക്കറ്റ് ലീഡറാണിത്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും വരുൺ ബീവറേജസിന്റെ ടെക്നിക്കൽ അനാലിസിസ് കൂടി ഒന്ന് കൺഫേം ചെയ്ത് പോകാം. ചാർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് 50, 100, 200 മൂവിംഗ് ആവറേജസ് കൂടി മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കൊരു കൺക്ലൂഷനിലേക്ക് കിടക്കാം. അപ്പൊ ഇതാണ് ആ 5 കമ്പനികൾ. ഇവയെല്ലാം 2 കീ തീമുകളാൽ കണക്റ്റഡ് ആണ്. സ്ട്രോങ് പ്രോഫിറ്റ് ഗ്രോത്തും മികച്ച ക്യാപിറ്റൽ എഫിഷ്യൻസിയും. ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിന്റെ ബൂമിന്റെ ഡയറക്റ്റ് പ്ലേ ആയിട്ടുള്ള BSE ലിമിറ്റഡ്, ഇൻഫ്രാ എക്സ്പോർട്ട് ഡിമാൻഡ് എന്നിവയിൽ നിന്ന് ക്യാഷ് ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രിയൽ ഹെവി വെയിറ്റ് ആയിട്ടുള്ള കമിൻസ് ഇന്ത്യ, മെറ്റൽ സൈക്കിളിൽ വലിയ പ്രോഫിറ്റബിൾ ട്രാൻസ്ഫോർമേഷന് വിധേയമാകുന്ന ലോയിഡ്സ് മെറ്റൽസ്, ഇന്ത്യൻ സേവിങ്സിന്റെ ഫിനാൻഷ്യലൈസേഷനിൽ നിന്ന് ബെനഫിറ്റ് ചെയ്യുന്ന ഒരു കോമ്പൗണ്ടിംഗ് മെഷീൻ ആയിട്ടുള്ള ICICI Prudential AMC, ഒടുവിൽ ഇൻക്രെഡിബിൾ എഫിഷ്യൻസിയോടെ റൈസിംഗ് ഡിസ്ക്രിഷണറി സ്പെൻഡിംഗ് ക്യാപിറ്റലൈസ് ചെയ്യുന്ന കൺസെപ്ഷൻ കിങ് ആയിട്ടുള്ള വരുൺ ബീവറേജസ്. ഈ 5 കമ്പനികളും വേറിട്ട് നിൽക്കുന്നത് അവയുടെ ഫണ്ടമെന്റൽ നമ്പേഴ്സ് വളരെ സ്ട്രോങ് ആയതുകൊണ്ടുകൂടിയാണ്. ഷോർട്ട് ടൈമിൽ മാർക്കറ്റ് ഒരു അൺപ്രഡിക്റ്റബിൾ ആകാമെങ്കിലും കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് ഗ്രോ ചെയ്യാനും ക്യാപിറ്റൽ നന്നായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യുന്ന ബിസിനസ്സുകളാണ് റിയൽ സസ്റ്റൈനബിൾ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ 5ഉം ഭാവിക്കായിട്ട് നന്നായിട്ട് പൊസിഷൻ ചെയ്തിരിക്കുന്നു എന്ന് ഡേറ്റ സ്ട്രോങ് ആയിട്ട് നമുക്ക് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതൊരു ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല. ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് എടുക്കുന്നതിന് മുമ്പ് ദയവായിട്ട് നിങ്ങളുടെ സ്വന്തം റിസർച്ച് കൂടി ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റികൾ കാണിച്ചു തരികയും നിങ്ങളുടെ സ്വന്തം അനാലിസിസിനായിട്ട് ഡേറ്റ ഡ്രിവൺ ആയിട്ടുള്ള ഒരു ഫ്രെയിം വർക്ക് നൽകുകയുമാണ് എന്റെ ജോലി. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി കേൾക്കാൻ ആഗ്രഹമുണ്ട്. ഇതിൽ ഏതെങ്കിലും സ്റ്റോക്കുകൾ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ഓൾറെഡി ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ഒപ്പീനിയൻ നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ എല്ലാവർക്കും വാല്യുബിൾ ആണ്. അതുപോലെ തന്നെ കൂടുതൽ ഡേറ്റ ഡ്രിവൺ സ്റ്റോക്ക് അനാലിസിസ് എല്ലാ ആഴ്ചയും ലഭിക്കാൻ ഈ ഒരു ലൈക്ക് ബട്ടൺ അമർത്താനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോ കണ്ടതിൽ നന്ദി. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.